വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപിനോട് പുടിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. യുദ്ധം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ട്രംപിനോട് പുടിൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്ത് കയറി ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ 4 ആണവ മിസൈലുകൾ നിന്റെ അണ്ണാക്കിലോട്ടും അടിച്ചു തരും. ഇത് എക്സാക്ട്ലി ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അതിപ്പോ ട്രംപ് പറഞ്ഞു. യുക്രൈൻ പിന്നെ ചോദിച്ചു ടോമഹോക്ക് മിസൈലുകൾ ഞങ്ങൾക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ അത് സ്റ്റോക്കില്ല നമ്മുടെ കയ്യിൽ എന്നാണ് ട്രംപ് യുക്രൈന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സെലൻസ്കിയോട് പറഞ്ഞത്. ബട്ട് സെലൻസ്കി പറഞ്ഞു വല്ലാത്ത ചെയ്റ്റായി പോയി, കാരണം ആ മിസൈൽ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ യുദ്ധം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പ്രസിഡന്റ് പുടിൻ പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. എന്ത് ചെയ്യണം ഈ യുദ്ധം നിർത്താൻ എന്ന് ട്രംപ് ചോദിച്ചപ്പോൾ യഥാർത്ഥത്തിൽ പുടിൻ ഒരു നിധിയാണ് ചോദിച്ചത്, ഒരു നിധി കുംഭം. ഡൊണസ്ക്, ആ ഡൊണസ്ക് ഞങ്ങൾക്ക് വേണം. ഡൊണസ്ക് എന്ന് പറയുന്ന പ്രദേശം, യുക്രൈന്റെ പ്രദേശം, അത് ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ സ്വിച്ച് ഇട്ട പോലെ ഞങ്ങൾ യുദ്ധം നിർത്തും. പക്ഷെ ഡൊണസ്ക് കൊടുക്കാനായിട്ട് നാറ്റോയും സമ്മതിക്കുന്നില്ല, ഇയാള് സെലൻസ്കിയും സമ്മതിക്കുന്നില്ല. ഡൊണസ്ക് എങ്ങനെയാ കൊടുക്കുക? ഡൊണസ്ക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പവർ ഹൗസ് ആണ് ഈ യുക്രൈന്റെ. അവിടെ ഇല്ലാത്തതായിട്ടുള്ള യാതൊരുവിധ മിനറൽസും ഇല്ല. കോളുണ്ട്, അയണുണ്ട്, സ്റ്റീലുണ്ട്, ഹെവി മെഷീനറി ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡൊണസ്ക് എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ഡൊണസ്ക് തന്ത്രപരമായിട്ട് വളരെ പ്രധാനമുള്ള ഒരു മേഖലയാക്കും റഷ്യ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഡൊണസ്ക് റഷ്യ പിടിച്ചു കഴിഞ്ഞാൽ റഷ്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റഷ്യക്ക് ബ്ലാക്ക് സീയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു റോഡ് ഇടാനായിട്ട് സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിമിയ എന്ന് പറയുന്ന രാജ്യം 2014 മുതൽ റഷ്യയുടെ കൈവശമാണ്. ഈ ക്രിമിയയിലേക്ക് റഷ്യയിൽ നിന്നൊരു റോഡ് ഇടണമെങ്കിൽ ഡൊണസ്ക് പിടിക്കണം. കാരണം റഷ്യക്കും ക്രിമിയയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് യുക്രൈന്റെ ഡൊണസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ നിന്നൊരു റോഡ് ഇട്ടാൽ മാത്രമേ ക്രിമിയയിലോട്ട് എത്താനായിട്ട് റഷ്യക്ക് സാധിക്കും. അങ്ങനെ ക്രിമിയയിലോട്ട് റഷ്യക്ക് എത്താൻ സാധിച്ചാൽ എന്ത് സംഭവിക്കും? ബ്ലാക്ക് സീയിലോട്ട് റഷ്യക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സസ് ലഭിക്കും. ബ്ലാക്ക് സീയിലോട്ട് റഷ്യക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ആക്സസ് ലഭിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ബ്ലാക്ക് സീയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് മുഴുവനായിട്ട് കാണാൻ പറ്റും. യൂറോപ്പിന്റെ ഫുൾ മാപ്പാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ പണിയാകും എന്ന് നാറ്റോ പറയുന്നു. അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ പുടിന്റെ ഒരു ഇതനുസരിച്ചാണ് പറയുന്നത്. എനിക്ക് ഒരു സുരക്ഷ വേണം, കാരണം യൂറോപ്പിന്റെ മൊത്തത്തിൽ ഞാൻ റഡാറിലാക്കാമല്ലോ, അതുകൊണ്ട് ഡൊണസ്ക് ഞാൻ പിടിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ പോരാത്തതിന് ഇയാൾ അവിടെ ചെയ്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 2014 ഡൊണസ്ക് പീപ്പിൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു പാർട്ടി അവിടെ രൂപീകരിച്ചിട്ട് അവരിപ്പോ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ റഷ്യയുടെ ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് റഷ്യയോടൊപ്പം ചേരണമെന്ന് അവർ പറയുന്നു. യുക്രൈനകത്ത് ഡൊണസ്ക് യുക്രൈന്റെ പ്രദേശമാണ്. അവിടെ ഈ ഡൊണസ്ക് റിപ്പബ്ലിക് പാർട്ടി രൂപീകരിച്ച് അവര് തന്നെ ഒരു സുപ്രഭാതത്തിൽ പറയാണ് ഞങ്ങൾക്ക് റഷ്യയോടൊപ്പം ചേരണമെന്ന്. അപ്പൊ പുടിൻ ഇപ്പൊ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ കണ്ടോ, അവർ പറയുന്നുണ്ടോ അവർക്ക് ഞങ്ങളോടൊപ്പം ചേരണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ അവരെ ഞങ്ങളുടെ സഹോദരന്മാരായിട്ട് കണ്ട് അവർക്ക് വേണ്ടി ആ പ്രദേശം പിടിക്കുന്നു. എന്തൊരു ന്യായമാണ് നോക്കിക്കൊണ്ടേ, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നാളെ മുംബൈയിൽ പാകിസ്ഥാന് വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് പാകിസ്ഥാനോടൊപ്പം പോകണം. അപ്പൊ പാകിസ്ഥാൻകാർ അവിടെ എന്ന് പറയുകയാണ് അവര് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് ആ സ്ഥലം ഇങ്ങ് തന്നേരെ എന്ന് പറയുന്നത് പോലെയാണ് പുടിന്റെ അവകാശവാദം എന്ന് പറയുന്നത്. ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണവായുധം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിത് ആദ്യമേ പറയുന്നുണ്ട്, കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല റഷ്യ ഇപ്പൊ ആണവായുധം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എവിടെയൊക്കെ വലിച്ചു വാരിയിട്ട് അടിക്കുമെന്ന് മാത്രം കണ്ടാൽ മതി. അതുകൊണ്ടാണ് പുടിൻ പറഞ്ഞത് ഡൊണസ്ക് ഞങ്ങൾ പിടിക്കാൻ പോവുകയാണ്. അതാണ് യുദ്ധം ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രംപ് അനാവശ്യമായിട്ട് ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പൊ ആണവായുധം പുറത്തെടുത്തത് എന്ന് പറയുന്നു. ഇതിനി ഏത് രീതിയിൽ ഇത് കലാശിക്കും? കാരണം യുക്രൈൻ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നുണ്ട്. യുക്രൈന് സകല സന്നാഹങ്ങളും അമേരിക്കയും നാറ്റോയും കൊടുക്കുന്നുകൊണ്ട് യുക്രൈൻ റഷ്യയെ അടിക്കുന്നുണ്ട്. ഈ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ അടിച്ചു. പോരാതെ ശൈത്യകാലം വരുന്നത് കൊണ്ട് തന്നെ യുക്രൈന്റെ തെർമൽ പവർ പ്ലാന്റിനെ ഇവർ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ ആണവായുധം പുറത്തെടുത്ത സ്ഥിതിക്ക് ഈ യുദ്ധം ഏത് തലത്തിലേക്ക് മാറും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ ഡൊണസ്കോ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്ത് തന്നെ ഒരുതരം സ്പെഷ്യലായിട്ടുള്ള ഉരുക്ക് ഖനനം ചെയ്യുന്ന ഖനി ഇവിടെ. അത് ഈ കപ്പൽ നിർമ്മാണത്തിന് ഇത് ഉപകരിക്കും. ഇത് ഭയങ്കര ഡിമാൻഡായി സാധനത്തിന്. അതാണ് ഇതിനകത്ത് ഒരു അതായത് ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും കണ്ണുണ്ട്. അപ്പൊ ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഒന്നും വലിയ താല്പര്യം ഇതിനകത്ത് തോന്നത്തില്ല. കാരണം വേറെ ഒന്നും ഇല്ല പിന്നെ ഇവിടെ. കുറെ ഗോതമ്പ് പാടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നേരത്തെ തന്നെ അവർ കൈവശപ്പെടുത്തി. ഇപ്പൊ ഈ ഡൊണസ്കോയിലെ ഒരു വിമത സംഘടന പുടിൻ രൂപീകരിച്ചെന്ന് പറയുമ്പോൾ കുറച്ച് വർഷം മുമ്പുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഈ യുക്രൈന്റെ അതിർത്തിയിൽ ഉള്ള ആളുകൾക്ക് ഈ പുടിൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുമ്പ് റഷ്യൻ പാസ്പോർട്ട് കൊടുത്തു. അപ്പോ ഇവര് റഷ്യക്കാരായല്ലോ, പാസ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മുടെ പൗരന്മാരാകണമല്ലോ, വെറുതെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല പാസ്പോർട്ട്.
അപ്പം ഇവർക്കെല്ലാം കൊടുത്തു. അപ്പം ഇരട്ട പൗരത്വം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇരട്ട പൗരത്വം ഇല്ല, ഒറ്റ പൗരത്വമേ ഉള്ളൂ. അത് കൊടുത്തു. കൊടുത്തതിന് ശേഷം പുടിൻ ആദ്യം ഉക്രൈനെ ആക്രമിക്കുന്നത്, മുമ്പ് പുടിനെ ആക്രമിക്കുന്നത് 2014 മറ്റോ 13-14 ആക്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ ആക്രമിക്കുന്നു, അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്. അതായത് ഇവർക്ക് അവിടെ കിടന്നവർക്ക് ഇവർ പാസ്പോർട്ട് കൊടുത്തു. അതായത് ഉദാഹരണമായി നമ്മുടെ രാജ്യത്ത് കിടക്കുന്നവർക്ക് പാകിസ്ഥാൻ കൊണ്ടു പാസ്പോർട്ട് കൊടുക്കുന്നു. പാസ്പോർട്ട് കൊടുത്തിട്ട് പാകിസ്ഥാൻ പറയാണ് ഞങ്ങളുടെ പൗരന്മാരാണ് അവരെന്ന്. അപ്പൊ അവരെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അവരെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ രക്ഷിച്ചെങ്കിൽ കൊണ്ടുവരികയല്ല, അവരെ രക്ഷിച്ച് ആ പ്രദേശം സ്വതന്ത്രമാക്കി അവർക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ഉക്രൈന്റെ ശല്യം എപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യം ചെയ്തമാണ്. ഇപ്പം വേറൊരു വിമത സംഘടന, എനിക്ക് എപ്പോഴും സംശയമുണ്ട്, ലോകത്തെമ്പാടും ഇപ്പൊ ഒരുപാട് ജൻസി കലാപങ്ങൾ നടന്നു. അതിലേറിയ രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങൾക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അത് നേപ്പാൾ, ഒപ്പം തന്നെ ഈ പറയുന്ന നേപ്പാള്, ഫ്രാൻസ്, ഇറ്റലി എല്ലായിടത്തും നടന്നു. ഇപ്പൊ UK നടന്നു, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏകദേശം എല്ലായിടത്തും നടന്നു. അപ്പോ ചിലപ്പോ ഒരുപക്ഷെ ഇവരുടെ തന്നെ ഒരു കളിയാകാം, ഒരുപക്ഷെ ഈ പറയുന്ന റഷ്യയുടെ കളിയാകാം, നമുക്ക് സംശയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി. ഇത് ചൈനയും ചെയ്യാറുണ്ട്, ഇന്ത്യ മാത്രമേ ഉള്ളൂ അതിനൊന്നും ഇറങ്ങി പുറപ്പെടാതെ. കാരണം നമ്മൾ അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കളടുത്ത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. വേൾഡ് വൈഡ് നമ്മൾ ഈ കൊട്ടേഷൻ എടുക്കാറില്ല. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ പാകിസ്ഥാനിലോ ഒക്കെ നമ്മൾ ചെയ്തെന്നിരിക്കും, അല്ലാതെ വേറെ നമ്മൾ ചെയ്യാറില്ല. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം പുടിൻ ഈ ആണവ മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഭൂഗർഭ നിലയത്തിൽ നിന്ന്, അന്തർവാഹിനികളിൽ നിന്ന് ലോങ് റേഞ്ച് ആയിട്ടുള്ള മിസൈലുകൾ പോലും ഇതിൽ പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് പറയാനുള്ളൊരു കാരണം, ലോങ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മിസൈല് അമേരിക്കയിൽ വരെ എത്തും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഈ മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഈ ബാൾട്ടിക് കടലിടുക്കിന് മുകളിൽ കൂടെ Tu-22M3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ്, ഒരു സ്ട്രാറ്റജിക് ജെറ്റ് ബോംബറുകൾ റഷ്യ പറത്തുകയുണ്ടായി. അപ്പൊ റഷ്യ രണ്ടും കൽപ്പിച്ച് ഇനി ഇതിപ്പോ നീണ്ടുപോകാൻ കഴിയില്ല. ഈ അവസരത്തിലാണ് നമ്മളുടെ ഈ അമേരിക്ക ഒരു വലിയ നിരോധന ഉത്തരവ് റഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട റോസ്നെഫ്റ്റിനും ലൂക്കോയ് എണ്ണ കമ്പനികളാണിത്. റഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് ഈ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യക്ക് ഓയിൽ തരുന്ന കമ്പനി, ക്രൂഡ് ഓയിൽ തരുന്ന കമ്പനിയാണ് ഈ റോസ്നെഫ്റ്റ്. അപ്പൊ ഈ റോസ്നെഫ്റ്റിനും ലൂക്കോയിൽക്കും ഉപരോധം US ട്രഷറി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനി മറ്റ് ഷിപ്പുകൾ ഇത് ക്രൂഡ് ഓയിൽ കടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല. ഇവർക്ക് ട്രാൻസാക്ഷൻസും മറ്റൊന്നും നടക്കത്തില്ല. അപ്പം ഈ ഒരു എണ്ണ കമ്പനിയെ ബാൻ ചെയ്യുന്നതോട് കൂടി തന്നെ റഷ്യയുടെ നട്ടലൊടിക്കാമെന്നാണ് ട്രംപ് കരുതുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി പ്രശ്നം രൂക്ഷമാക്കുകയുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ അളമുട്ടിയാൽ ചേന കടിക്കും എന്ന് പറയുന്ന പോലെ അവസാനത്തെ ഒരു നീക്കം ഒരുപക്ഷെ പുടിൻ നടത്തിയേക്കാം. അതായിരിക്കും ധനുഷ് ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്. പുടിൻ ട്രംപിനോട് പറഞ്ഞ കാര്യം, ഞാനൊരു സെൻസിറ്റീവായ ഒരു ടൈമിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അത് തന്നെയാണ്. അതിനുശേഷം ഈ ട്രംപ് സെലൻസ്കിയുമായിട്ട് തെറ്റിപ്പിരിയുകയായിരുന്നു ഉണ്ടായത്. ആ ചർച്ച സുഗമമായിരുന്നില്ല. ആദ്യം നിങ്ങളുടെ കോട്ടൊക്കെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് ചർച്ച തുടങ്ങിയത്. പിന്നെ പറഞ്ഞ് അവനുമായിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് എത്തിയില്ലെങ്കിൽ അവൻ നിന്നെയൊക്കെ നശിപ്പിച്ച് കളയും എന്ന് ട്രംപിന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപ് അവസാനം പറഞ്ഞത് ഇനി ഒരു ഉച്ചകോടിയില്ല, വെറുതെ നാണം കെടാനായിട്ട് ഞാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നൊരു അപ്ഡേഷൻ, നാറ്റോയുടെ മേധാവി ചൈനയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഷീ ജിൻപിങ്ങിനോട്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ റഷ്യയോട് ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ. അപ്പോൾ പുടിൻ പറയുന്നത് ഈ റഷ്യയും ചൈനയും തമ്മിൽ ബന്ധം ഇത്രത്തോളം സ്ട്രോങ് ആകാൻ കാരണം ബൈഡനും ഒബാമയും ഒക്കെ ആയിരുന്നു. അവർക്ക് വേണമെങ്കിൽ ഇത് കലക്കി രണ്ടും അവരെ ഒന്നിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കരുതായിരുന്നു. അവരനുവദിച്ചു. പിന്നെ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം പണ്ട് തൊട്ടേ ഉള്ളതാണ്, അത് അടർത്തി മാറ്റാൻ കഴിയില്ല. പിന്നെ ഇന്ത്യ പതുക്കെ എണ്ണ വാങ്ങല് കുറയ്ക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നതെന്നാണ് ഇപ്പൊ ട്രംപ് പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് എണ്ണ വാങ്ങൽ നിർത്തി എന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എണ്ണ വാങ്ങൽ നിർത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല, ഘട്ടം ഘട്ടമായിട്ട് അവർ കുറയ്ക്കുമെന്ന്. അത് കാരണത്തിന് ഓരോ മാസവും നമ്മൾ എണ്ണ വാങ്ങലിന്റെ വേരിയേഷൻസ് വരും. നമ്മൾ പറഞ്ഞു ഇന്നലെ അത് 1,70,000 ബാരൽ വാങ്ങിയെടുത്തുനിന്ന് 160 ഇപ്പോൾ ഉള്ളൂ, 10,000 ബാരൽ കുറവുണ്ട്. അത് പൈസയുടെ വ്യത്യാസമാണ്. കാരണം മിഡിൽ ഈസ്റ്റ് ഒക്കെ ഒരുപാട് എണ്ണ ഉൽപ്പാദനം കൂട്ടിയ സ്ഥിതിക്ക് പൈസയുടെ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കുറയ്ക്കും. ഇതാണ് ഈ നിലവിലെ സാഹചര്യം. ഇത് വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. ഉക്രൈനും ഒട്ടും മടിക്കുന്നില്ല. ഇന്നലെ ഉക്രൈൻ മോസ്കോയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുകയുണ്ടായി. അതായത് നാറ്റോ വലിയ രീതിയിൽ തന്നെ ഈ ഉക്രൈനെ ഇപ്പോൾ നിലവിൽ സഹായിക്കുന്നുണ്ട്. കാരണം ഇവര് ഈ നമ്മൾ പറയില്ലേ വന്ന് പിടിച്ചുപോയി, ഇനിയിപ്പോ അത് വിട്ടിട്ട് പോകാൻ കഴിയില്ല. ഈ അളയിൽ കിടക്കുന്ന പാമ്പിന്റെ വാലയെ പിടിച്ചിട്ട് ഇല്ലെങ്കിൽ ഇനി അതിന് നമുക്ക് വിടാൻ പറ്റില്ല. ഇനി എങ്ങനെയെങ്കിലും ഒന്നുകിൽ അതിനെ കൂട്ടിലാക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ഈ നാറ്റോ രാജ്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്ന് ചാടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി അടുത്തത് അമേരിക്കയുടെ റോളാണ്.
അമേരിക്ക ഇപ്പോൾ ട്രംപ് പറയുന്നത് ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് മിസൈൽ നൽകത്തുള്ളൂ, 6 മാസത്തിനകം ഞങ്ങൾ മിസൈലുകൾ നൽകാം എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇതിനകത്ത് അന്തർവാഹിനി ഉൾപ്പെടെ ഉള്ളിടത്തുനിന്ന് ഈ ആണവ മിസൈലുകളുടെ ഒരു അഭ്യാസം, വലിയ അഭ്യാസമാണ്. ലോകം മുഴുവൻ ഒരു ഭീതിയോടെ അതിനെ കാണുന്നത്. ആ ഒരു അഭ്യാസത്തിലേക്ക് പുടിൻ ഒരുങ്ങുമ്പോൾ പ്രധാന പ്രശ്നം വെച്ചാൽ അത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ് എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം. കാരണം പുടിനെ സംബന്ധിച്ച് ഇപ്പോൾ സമുദ്ര തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവിടുത്തെ ഏറ്റവും വലിയ റോസ്നിഫ്റ്റി അടക്കമുള്ള വലിയ ഓയിൽ കമ്പനികൾക്ക് ഈ ഉപരോധമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഓയിൽ തരുന്ന അവരെയാണ്, ആ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിക്ക് ഉപരോധം പ്രഖ്യാപിച്ചിലൂടെ എണ്ണ എത്തിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. ഒരുപക്ഷെ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ റഷ്യയുമായിട്ട് നമ്മൾ മറ്റു ചില കരാറുകളും ഒപ്പുവെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡിസംബറിൽ ശ്രീമാൻ വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഡൽഹിയിൽ എത്തുകയാണ്. എത്തുമ്പോൾ നമ്മൾ വലിയ കുറെ കരാറുകളും ഒപ്പിടുന്നുണ്ട്. അതായത് എണ്ണ ഇല്ലെങ്കിൽ പോലും റഷ്യക്ക് സാമ്പത്തികമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന കരാറുകളാണ് നമ്മളിപ്പോൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആയുധ വ്യാപാരമാണ്, ഒപ്പം തന്നെ കൃഷി ഉണ്ട് അതില്. മറ്റൊന്ന് ഈ ഖനനം, റയർ മെറ്റൽസിന്റെ ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം, കാരണം അത് നേരത്തെ കാണുന്നു. കാരണം അമേരിക്കയുടെ ഈ ഉപരോധം ഈ റഷ്യൻ കമ്പനികൾക്ക് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ വരും. പക്ഷെ ഇനി പേടിക്കേണ്ട ഒരു കാര്യം, റഷ്യയുടെ ഊർജ സ്രോതസ്സുകൾ ഞങ്ങൾ മുഴുവൻ തകർക്കുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം റഷ്യയിൽ നിന്ന് പോകുന്ന ഈ ഓയിൽ പൈപ്പ് ലൈനുകളെല്ലാം തന്നെ ഒരുപക്ഷെ തകർക്കാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ഉക്രൈൻ അത്തരത്തിലാണ് ആക്രമണം നടത്തിയിരുന്നത്. അവരുടെ ഓയിൽ പമ്പുകൾക്ക് നേരെയും അവരുടെ ഓയിൽ പൈപ്പുകൾക്ക് നേരെയുമാണ്. അത് കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യ ഗത്യന്തരമില്ലാതെ തന്നെ ഒരു വലിയ അവരെന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, റഷ്യക്ക് ഇപ്പോൾ ഒരു കഠിനമായ ആയുധം ഉക്രൈന്റെ നേരെ പ്രയോഗിക്കാനും നിമിഷ നേരം കൊണ്ട് യുദ്ധം തീർക്കാനും കഴിയും. പക്ഷെ അവരത് ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ ധനുഷ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അവിടെ ഈ റഷ്യ അനുകൂലിക്കുന്ന വിഭാഗമുണ്ട്. ഇതിൽ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് റഷ്യക്കാരാണ്. ഇവര് ഒരു എന്താ പറയുക, സാംസ്കാരികപരമായിട്ടും ഭാഷാപരമായിട്ടും എല്ലാവരും റഷ്യൻ, ജൈവികപരമായിട്ടും എല്ലാം അത് തന്നെയാണ്. അവരൊരു രാജ്യമായി, അപ്പം ഇവരോട് അനുഭാവമുള്ള ആളുകളുണ്ട്. അപ്പൊ ബോംബിടുമ്പോ ബോംബിന് അറിയില്ലല്ലോ ഇതിനകത്ത് ഏത് ആൾക്കാരാണെന്ന്. അപ്പം എല്ലാവരും അതിൽ കൊല്ലപ്പെടും. അതിന്റെ ഒരു തിക്തഫലം ഭയങ്കരമായിരിക്കും. അത് റഷ്യയിൽ എഫക്ട് ചെയ്യും. അങ്ങനെ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ റഷ്യയിൽ അതൊരു വലിയ പ്രതിഷേധത്തിന് കാരണമാകും. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ ഇപ്പോൾ ഈ മാരകമായി ഏതെങ്കിലും ആയുധം പ്രയോഗിച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പുടിനെതിരെ തിരിയാനും ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും പുടിൻ തന്റെ ഒരു ആക്രമണ രീതി കടുപ്പിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു അവസരം നോക്കി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് അമേരിക്ക അടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. കാരണം ചൈന ഏതാണ്ടൊക്കെ പിടിവിട്ടു പോയ അവസ്ഥയിലാണ്. കാരണം ഈ നവംബർ 1 ആകാൻ ഇനി അതേ ദിവസമല്ല. ട്രംപ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നവംബർ 1 എന്ന് പറയുന്നത് ഇന്നിപ്പോ 23 ഇനിയിപ്പോ 7 ദിവസം കൂടെ ഉള്ളൂ. ഈ 7 ദിവസം കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ പറയുന്ന 155% താരിഫ് ചൈനയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചില പൊടിക്കൈകളുമായിട്ട് എത്തിയത്. കഴിഞ്ഞ ദിവസം വരെ എണ്ണ നിർത്തും എന്ന് പറഞ്ഞ് ട്രംപ് ഇപ്പൊ പറയുന്നത്, എണ്ണ അവർ പതുക്കെ കുറച്ച് നിർത്തും എന്നാണ് തന്നോട് പറഞ്ഞതെന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ പുള്ളി ഇങ്ങനെ വാക്കൊക്കെ മാറ്റി പറയുന്ന ആളോട് കുഴപ്പമില്ല. അപ്പൊ അതങ്ങനെ നിൽക്കുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടെ പോകുന്നു. അതായത് വളരെ രൂക്ഷമാകുകയാണ് കാര്യം. ഈ പലരുടെയും ധാരണ വെച്ചാൽ റഷ്യ ഒരു വലിയ രാജ്യമാണല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് ഉക്രൈനെ അവർ കീഴ്പ്പെടുത്താത്തത്, അല്ലെ ഉക്രൈനെ അടിച്ചിടാത്തത് എന്ന് കരുതും. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ്, അവരുടെ ആളുകൾ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. അപ്പൊ അവർക്ക് ഈ വലിയ രീതിയിലൊരു വാറിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവര് ചെറിയ ചെറിയ മിസൈലുകളും ഡ്രോൺ ആക്രമണവും മറ്റുമൊക്കെ നടത്തി ചില സ്പോട്ടുകൾ മാത്രം നോക്കിക്കൊണ്ട് അവിടൊക്കെയാണ് ഇവരുടെ ഒരു ആക്രമണം നടക്കുന്നത്. പിന്നെ ഉള്ളതൊക്കെ ഇവരുടെ കരസേന ക്യാപ്ചർ ചെയ്യുകയാണ് പ്രദേശം. അതിനകത്ത് വലിയ ആൾനാശമൊന്നും വരുന്നില്ല. ഒരുപാട് പേരെ കൊന്നൊടുക്കിക്കൊണ്ട് പിടിച്ചടക്കുകയല്ല. ഇവരുടെ ടാങ്കുകൾ ഓടിച്ചെല്ലുന്നു, അത്രയും ഭാഗം വളഞ്ഞെടുക്കുന്നു. കാരണം ഇതൊരു എപ്പോഴും കാണുന്നൊരു പ്രക്രിയ. കാരണം ഉക്രൈനുമായിട്ട് ഇപ്പൊ ആദ്യമായിട്ടല്ല ഇവർ യുദ്ധം തുടങ്ങിയത്. ഇതിനു മുമ്പൊക്കെ ഉക്രൈൻ ജനിച്ച കാലം തൊട്ട് തന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ അടിയറന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ഈ റഷ്യയിൽ നിന്ന് പഴയ USSR പോയ രാജ്യങ്ങളെല്ലാം തമ്മിൽ റഷ്യ ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതൊരു പുത്തരിയില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിപ്പോൾ പുതിയ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ വാർത്തയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഇതുവരെ ഈ ആണവ പരീക്ഷണത്തിലേക്ക് കടന്നിരുന്നില്ല. കാരണം റഷ്യയെ പോലൊരു രാജ്യം, നമുക്കറിയാം, ശീത യുദ്ധകാലത്തിന് ശേഷം ആണവായുധങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് റഷ്യ പോലൊരു രാജ്യം ആണവ പരീക്ഷണത്തിലേക്ക് പോകുന്നു. ഇല്ലെങ്കിൽ അവരുടെ മിസൈലുകൾ 4-5 മിസൈലുകളുടെ ഡെമോൺസ്ട്രേഷൻ കണ്ട് ഇന്നലെ നടത്തിയിരുന്നു. ആ രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇപ്പം ഉത്തര കൊറിയ നടത്തുന്ന പോലെയോ പാകിസ്ഥാൻ നടത്തുന്ന പോലെയോ ഈവൻ ഇനി ഇന്ത്യ നടത്തുന്നത് പോലെ അല്ല റഷ്യ നടത്തുന്നത്. കാരണം ലോകത്തെ വൻ ശക്തിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു ചോദ്യം കൂടെ, അതായത് ഈ റഷ്യ ഈ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നു, എന്താ തോന്നുന്നത്? ഒരു ഷോ ഓഫിന് വേണ്ടി നടത്തുന്നതാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പ്രയോഗിക്കും, റഷ്യ അത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്, എന്ത് തോന്നുന്നു? അങ്ങനെ പ്രയോഗിക്കും റഷ്യ?
ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും അതിന് തത്തുല്യമായ രീതിയിലുള്ള ഒരു വലിയ പ്രഹരം ഉക്രൈനിലും ഒപ്പം തന്നെ ഈ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഒരുപക്ഷെ പോളണ്ടിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ നടത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഓക്കെ. കാരണം ഇതിപ്പോ എടുത്ത് കാണിച്ച വിധത്തിൽ എന്റെ കയ്യിൽ ഇതിരിപ്പുണ്ട്. പിന്നെ ഇപ്പൊ തൽക്കാലം ഇതില്ലെങ്കിലും അടുത്ത ഇതിനേക്കാൾ ശക്തമായിട്ട് ഇതിന്റെ അത്രയും തന്നെ വരുന്ന വേറെ ഒന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാകണം. കാരണം വേൾഡ് വാർ ക്രൈം ആണ് ആണവായുധം ഉപയോഗിക്കുന്നത്. കാരണം ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റഷ്യക്ക് കിട്ടുന്ന സപ്പോർട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങൾ അവരെ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ കിട്ടിയില്ലെന്ന് വരും. റഷ്യ ആത്യന്തികമായി തന്നെ ബാൻ ചെയ്ത് കളയും. അവർക്കൊന്നും പിന്നെ ചെയ്യില്ല. അപ്പൊ അത്ര കടുംപിടുത്തത്തിലേക്ക് അവർ പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതൊരു ഭയപ്പെടുത്തലാണ്. ഇത് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യും എന്ന് എന്താണ് പറയാത്തത്, നമ്മൾ പറയില്ലേ, എനിക്ക് ഗതി കെട്ടാൻ ഞാനിത് ചെയ്യും എന്നുള്ളതിന്റെ ഒരു വലിയ സംഭവമാണ്. കാരണം ഇനി എനിക്ക് വേറെ പിടിച്ചിരിക്കാൻ മാർഗമില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും.